ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രോഹിത്തിൻ്റെ സ്വഭാവം അടിമുടി മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ദേഷ്യമായിരുന്നു അവന്. എന്തിനു പറയുന്നു, വൈജയുടെ അടുത്ത് പോലും അവൻ ദേഷ്യത്തോടു കൂടിയാണ് പെരുമാറുക. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ബാലേന്ദ്രൻ വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ബാലേന്ദ്രനെ കാണുമ്പോൾ തന്നെ വൈജയുടെ മുഖത്ത് ഒരു പുച്ഛഭാവമാണ്. വൈജ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എനിക്കും അങ്ങനെ തന്നെയാണ്, നിന്നെ കാണുന്നത് പോലും എനിക്കും വെറുപ്പാ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ദേഷ്യത്തിൽ തന്നെ വൈജ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, 2 ദിവസത്തിനകം നീ ഡിസ്ചാർജ് ആകുമല്ലോ. ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. നീ ഡിസ്ചാർജ് ആകുന്നതിനെ പറ്റി പറയാനും അതിൻ്റെ ബില്ലിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും. എന്തായി നിന്റെ തീരുമാനം? നീ വാടകയ്ക്ക് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, ആ അലീനയുള്ള വീട്ടിലേക്ക് ഞാൻ കാലെടുത്ത് കുത്തില്ല. ഞാനും കൂടെ അവിടെ നിന്ന് പോയി തന്നാൽ പിന്നെ നിങ്ങൾക്കും അവൾക്കും സുഖമായല്ലോ. അതേടി, അങ്ങനെ തന്നെയാ. നീ അവിടെയുള്ളത് എനിക്കും മക്കൾക്കും ഒക്കെ ഒരു സുഖക്കേട് തന്നെയാ. നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പോക്കൂ, പിന്നെ മേലാൽ ആ വീട്ടിലേക്ക് വന്നു പോകരുത്. ഓഹോ, അപ്പോൾ എന്നെ അവിടെ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ധൃതിയായോ? ഞാനും എൻ്റെ മക്കളും അവിടെ നിന്ന് ഒഴിഞ്ഞു തന്നേക്കാം. എന്നും വെച്ച് നിങ്ങളും ആ പിഴിച്ചവളും കൂടെ അവിടെ സുഖമായിട്ട് കഴിയാമെന്ന് അതും വിചാരിക്കേ വേണ്ട. അത് നടക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഈ കിടപ്പിൽ നിന്നൊന്ന് എഴുന്നേറ്റോട്ടെ. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതം നശിപ്പിച്ചവളാണ് അവൾ. ആ നാശം പിടിച്ചവളെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ ദേഷ്യത്തിൽ വൈജിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ബബിത നിൻ്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചോടി? ആ സമ്മതിച്ചു. അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, ആ അലീനയുള്ള വീട്ടിൽ അവളുടെ ഭരണം സഹിച്ച് കഴിയാൻ അവൾക്ക് പറ്റില്ല എന്ന്. ബബിതയെ മാത്രമല്ല, എൻ്റെ മകൻ രോഹിത്തിനെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും. ഞാൻ അവിടെ നിന്നൊന്ന് മാറിയപ്പോഴത്തേക്കിനും ആ അലീന കാരണം എൻ്റെ മകന് പോലീസ് സ്റ്റേഷനിൽ വരെ കിടക്കേണ്ടി വന്നു. നീ എന്താ പറഞ്ഞത്? അലീന കാരണം നിൻ്റെ മോൻ ജയിലിൽ കയറിയെന്നോ? നിൻ്റെ മകൻ്റെ കയ്യിലിരിപ്പിൻ്റെ കൂടുതൽ കൊണ്ടാണ് അവൻ ജയിലിൽ കയറിയത്. ആ അലീന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം നിൻ്റെ മകന് ജാമ്യം കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ ആ ഹരി കിടക്കുന്നത് പോലെ ഇപ്പോഴും നിൻ്റെ മകനും അകത്ത് തന്നെ കിടന്നേനെ. ഓ, ഇപ്പം എല്ലാ ക്രെഡിറ്റും അവൾക്കായോ? അവളില്ലെങ്കിലും എൻ്റെ മകൻ പുറത്തിറങ്ങും. കാരണം അവൻ തെറ്റുകാരനല്ല. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം അവൻ വൈജ വളർത്തിയ മകനാ. ഞാൻ ഈ കിടപ്പിലല്ലായിരുന്നെങ്കിൽ ആ ശരണ്യയുടെ മുഖത്ത് ഒരെണ്ണം കൊടുത്തിട്ട് അവളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അവൻ പുറത്തു വന്നേനെ. എൻ്റെ പ്രാർത്ഥനയും വഴിപാടും കാരണമാണ് അവൻ ഇപ്പോഴെങ്കിലും ജാമ്യം കിട്ടത്, അല്ലാതെ നിങ്ങളുടെ കൊലീന കാരണമൊന്നുമല്ല എന്നിങ്ങനെ വൈദ്യ ദേഷ്യത്തോടുകൂടി പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നാണമില്ലല്ലോടി നിനക്ക്? നിന്റെ കൈയും കാലും ഒടിഞ്ഞിട്ടും നിന്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ. അലീന ഒരാൾ കാരണമാടി രോഹിത് ഇപ്പോൾ പുറത്തിറങ്ങിയത്. ആ ശരണ്യുണ്ടല്ലോ, അവളുടെ വീട്ടുകാർ അവളെ കൊണ്ട് സത്യം പറയാൻ ഇതുവരെയും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളിപ്പോൾ ഈ സത്യം തുറന്നു പറഞ്ഞതുപോലും അലീന കൊടുത്ത സ്നേഹത്തിൻ്റെ പുറത്താണ്. അവളുടെ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം വെറുപ്പിച്ചുകൊണ്ടാണ് അവളിപ്പോൾ ഈ സത്യം പറഞ്ഞിരിക്കുന്നത്. നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, നീ കിടപ്പിലല്ലായിരുന്നുവെങ്കിൽ അവളെ തല്ലിയാണേലും സത്യം പറയിപ്പിച്ചേനെന്ന്. നീ അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ മകൻ ജയിലിൽ കിടന്നേനെ. ഇപ്പോൾ അവൻ ജയിലിൽ കിടക്കുന്ന പോലും നീ ഒറ്റയൊരുത്തി കാരണമാണ്. ആ ഹരി എന്ന് പറയുന്നവനെ വീട്ടിൽ കയറ്റുമ്പോൾ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ അത് നല്ലതിനല്ലെന്ന്? അപ്പോഴൊക്കെ നീ എന്താ പറഞ്ഞേ? ഹരി നിന്റെ ആങ്ങളയുടെ മോനാണെന്ന്. ഇപ്പം നിനക്ക് സമാധാനമായില്ലേ? ഓഹോ, അപ്പോൾ നിങ്ങളെല്ലാം കൂടെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള തീരുമാനമാണോ? നിങ്ങൾ ഒറ്റയൊരുത്തം കാരണമാണ് എൻ്റെ മകൻ തെറ്റായ വഴിക്ക് പോയത്. ഞാനുണ്ടായിരുന്നിടത്തോളം കാലം അവന് ജയിലിലൊന്നും കയറേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ അലീനയുടെ പുറകെ പോകുന്നതിന് പകരം മക്കളെ നന്നായി നോക്കണമായിരുന്നു. അതെങ്ങനെയാ? 24 മണിക്കൂറും ആ അലീനയെ കൊണ്ടല്ലേ കറക്കം? നിർത്തടി, കുറേ നേരമായി നീ എന്നെ അലീനയും വെച്ച് ഓരോ കഥകൾ പടച്ചു വിടുന്നു. എൻ്റെ മോളുടെ കൂടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോവും. അതൊക്കെ ചോദ്യം ചെയ്യാൻ നീ ആരാ? എന്തായാലും നിന്റെ അത്രയും തരം താഴ്ന്നിട്ടില്ലടി ഈ ബാലേന്ദ്രൻ. 23 വർഷം പുറകോട്ട് പോയാൽ നീ ആരുടെയൊക്കെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം? കുറേ കാലം നീ പുറത്തല്ലായിരുന്നോ പഠിക്കാനാന്നും പറഞ്ഞു പോയത്? അവിടെയാകുമ്പോൾ നിനക്ക് എന്തു ആകാമല്ലോ. ദേ ബാലേന്ദ്ര, അനാവശ്യം പറയരുത്. ഞാൻ ആരും കൂടെ അഴിഞ്ഞാടി നടന്നിട്ടില്ല.
ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. മതിയടി, നിർത്ത്. നീ നിന്റെ അന്തസ്സിനെ കുറിച്ചൊന്നും കൂടുതൽ എൻ്റെ ഇരിക്കെ വിളമ്പണ്ട. നിനക്കും നിന്റെ വീട്ടുകാർക്കും നിങ്ങളുടെ അന്തസ് എന്തോരം ഉണ്ടെന്ന് അത് നന്നായി അറിയാമല്ലോ. അതൊന്നും എൻ്റെ ഇരിക്കെ കൂടുതൽ വിളമ്പാൻ നിൽക്കണ്ട. നീ എന്തായാലും ഈ കിടപ്പിൽ നിന്നൊന്ന് എഴുന്നേക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത്. അന്ന് എൻ്റെ പല ചോദ്യങ്ങൾക്കും നീ നിന്റെ മക്കളുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് മറുപടി നൽകേണ്ടി വരും. ഇപ്പോൾ നിന്നെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന നിന്റെ മക്കളൊക്കെ ഉണ്ടല്ലോ, അന്ന് നിന്നെ വെറുക്കും. അപ്പം നീ ഓർക്കും എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോയതിനു ശേഷം വൈജി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അല്ല എന്തായിരിക്കും ബാലേന്ദ്രൻ അങ്ങനെയൊക്കെ പറയാൻ കാരണം? എന്തോ മനസ്സിൽ വെച്ച് പറയുന്നത് പോലെയാണ് സംസാരം. ഇനി ബാലേന്ദ്രൻ എങ്ങാനും വല്ലതും അറിഞ്ഞു കാണുമോ? എൻ്റെ പഴയകാല ജീവിതങ്ങൾ വല്ലതും അങ്ങനെങ്ങാനും പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ ആലോചിച്ച് വൈജി ഇങ്ങനെ കിടക്കുകയാണ്. പിന്നീട് ബാലേന്ദ്രൻ വീട്ടിലെത്തുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തായി? അമ്മയെ കണ്ടോ? അമ്മയോട് സംസാരിച്ചോ? അമ്മ ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചോ? ഇല്ല മോളെ, അവൾക്ക് വീട് മാറാൻ തന്നെയാണ് തീരുമാനം. കൂടെ ഭവിതയും രോഹിത്തും പോകുമെന്നാണ് പറഞ്ഞത്. എന്താ അച്ഛേ പറയുന്നേ? ഭവിതയും രോഹിത്തും അമ്മയുടെ കൂടെ പോകുന്നോ? എന്നിട്ട് അച്ഛനൊന്നും പറയാതെ തിരിച്ചു വന്നോ? അമ്മ എന്തെങ്കിലും ആവശ്യം വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അച്ഛന് മുമ്പിൽ. ആ ഉണ്ട്, നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. നീ ഉള്ളിടത്തോളം കാലം നീ ഉള്ള വീട്ടിൽ അവൾ കാലുപോലും കുത്തില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം അച്ഛാ. ഞാൻ ഇവിടെ വന്നത് തന്നെ അമ്മയെ അറിയാതെ അമ്മയുടെ കൂടെ കുറച്ചു കാലം താമസിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അമ്മയെ കണ്ടെത്തിയതുപോലെ എനിക്ക് എൻ്റെ അച്ഛനെയും കണ്ടെത്തണം. അതിന് ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് അച്ഛൻ ഇനി അതിനെതിരൊന്നും പറയരുത് എന്നിങ്ങനെ അലീന പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ നിന്നെ വിട്ടുകളയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയത്. എന്തായാലും വൈജു സത്യം അറിയുന്നതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാകണം. പിന്നെ നിന്റെ അച്ഛൻ്റെ കാര്യം, രോഹിത്തിൻ്റെ കേസൊന്ന് തീരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിന്റെ അച്ഛനെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തായാലും പ്രശ്നങ്ങളൊക്കെ കലങ്ങി തിരിഞ്ഞ സ്ഥിതിക്ക് നിന്റെ അച്ഛനെയും ഞാൻ കണ്ടെത്തി തരുമോളെ. ഈ കുടുംബത്തിനും എനിക്കും വേണ്ടി നീ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ നിനക്ക് വാക്ക് തരുക, നിന്റെ അച്ഛനെ ഞാൻ നിനക്ക് കണ്ടെത്തി തരും. അതുവരെ ഈ വീട്ടിൽ നിന്ന് നീ എങ്ങോട്ടും പോകാൻ പാടില്ല. അയ്യോ അച്ഛാ, അതെങ്ങനെ ശരിയാകും? അച്ഛൻ്റെ അമ്മയുടെ കുടുംബം തകർത്തിട്ട് ഞാൻ ഇനി എങ്ങനെ ഇവിടെ നിൽക്കും? നിങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്ന കാണാനാണ് എനിക്കിഷ്ടം. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. പിന്നെ എന്നായാലും ഞാൻ തിരിച്ചു പോകേണ്ടവളാണ്. അത് കുറച്ച് നേരത്തെ ആയെന്നേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ നിന്നെ എതിർക്കുന്നില്ല. അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട് മോളെ, ഞാനും നിന്റെ അമ്മ വൈജിയും തമ്മിൽ ഒരുമിച്ച് പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കുന്നുള്ളൊരു കാര്യം നീ ചിന്തിക്കേ വേണ്ട. നീ ഇവിടുന്ന് പോന്ന ആ നിമിഷം തന്നെ ഞാനും ഇവിടുന്ന് പോയിരിക്കും. പിന്നെ എന്ത് വേണമെന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് റൂമിലേക്ക് കയറി പോവുകയാണ്. അലീനയാണെങ്കിലോ ആകെ പെട്ടുപോയൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതേ സമയം കമല ശിവശങ്കറിൻ്റെ അടുത്ത് പറയുന്നതാണ്, ശിവേട്ടാ, ആ രോഹിത്ത് ജാമ്യത്തിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ പെങ്ങയുടെ അഹങ്കാരം കാണേണ്ടി വരും. ആ രോഹിത്തിനോട് ആ അലീനയ്ക്ക് എന്തോ ഉണ്ട്. രോഹിത്തിനെ വളയ്ക്കാനായിരിക്കും ഇനി അവളുടെ പ്ലാന്. അതാവുമ്പോൾ ബാലേന്ദ്രൻ്റെ സ്വത്ത് മുഴുവൻ അവൾക്ക് കൈക്കലക്കാവല്ലോ. ദേ കമലെ, അനാവശ്യം പറയരുത്. അലീനയ്ക്ക് രോഹിത്ത് ഒരനിയനെ പോലെയാണ്, അല്ലാതെ നീ കരുതുന്നത് പോലെയൊന്നുമല്ല. നീയും വൈജിയെ പോലെ ചിന്തിക്കരുത്. അല്ല ശിവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഇപ്പം എന്താ പറ്റിയത്? പണ്ട് നിങ്ങൾക്കാർക്കും ആ അലീനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നല്ലോ. പെട്ടെന്നെന്താ ആ ഒരു കിഡ്നാപ്പിന് ശേഷം അലീനയോട് ഒരു സ്നേഹം? അവളോട് പെട്ടെന്ന് സ്നേഹം തോന്നാനും മാത്രം എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എന്തായാലും ശിവേട്ടൻ എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം ശിവൻ പറയുന്നുണ്ട്, എൻ്റെ കമലെ, നീ കരുതുന്ന പോലെ ഒന്നും തന്നെ ഇല്ല. ഒരു കണക്കിന് ചിന്തിച്ചാൽ അവളോട് വെറുപ്പ് തോന്നാനും മാത്രം ഒരു തെറ്റും അവൾ നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ കമലെ. അന്ന് ഹരിയും രോഹിത്തും കൂടെ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും അവൾ അവർക്കെതിരെ പരാതി കൊടുത്തോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാ? അവരുടെ രണ്ടുപേരെയും ജീവിതം തകരണ്ടെന്ന് കരുതി. ഇത്രയൊക്കെ നമ്മളെ സഹായിച്ച അവളെ നമ്മളെന്തിനാ വെറുക്കുന്നത് എന്നിങ്ങനെ ശിവശങ്കർ ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയാണ്, ദേ നോക്ക് ശിവേട്ടാ, നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. അതുകൊണ്ട് എന്നെ വെറുതെ പറഞ്ഞ് മണ്ടിയാക്കാൻ നോക്കണ്ട. ഇതൊന്നും അല്ലാതെ അവിടെ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം.
എന്തായാലും എൻ്റെ മകനൊന്ന് പുറത്തിറങ്ങട്ടെ, എല്ലാം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമല അകത്തേക്ക് പോവുകയാണ്. പിന്നീട് മുത്തശ്ശി കമലയെ വിളിക്കുന്നുണ്ട്. കമലേ, എടി കമലേ. എന്താ തള്ളേ, നിങ്ങൾ എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നത്? എടി എൻ്റെ മരുന്ന് എന്തിയേടി? അത് കഴിഞ്ഞിട്ട് നീ മേടിച്ചില്ലേടി? ഓ, ഒരു മരുന്ന്. മനുഷ്യനിവിടെ 100 കൂട്ടം ടെൻഷനിൽ നടക്കുമ്പോഴാ അവർക്കൊരു മരുന്ന്. വൈജയുടെ മകൻ പുറത്തിറങ്ങിയതോടുകൂടി നിങ്ങൾക്കിപ്പോൾ ടെൻഷനും സങ്കടമൊക്കെ തീർന്നല്ലോ. ഇപ്പം എല്ലാവർക്കും സമാധാനമായില്ലേ? എൻ്റെ മകൻ ജയിലിൽ കിടക്കുന്നതിൽ ആർക്കും ഒരു കുഴപ്പവുമില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, അതെന്നാടി വേണേ നീ അങ്ങനത്തെ വർത്താനം പറഞ്ഞേ? ഹരി എൻ്റെ പേരക്കുട്ടിയല്ലേ, അവൻ ജയിലിൽ കിടക്കുന്നതിൽ എനിക്ക് സന്തോഷമാണെന്നാണോ നിനക്ക് തോന്നുന്നത്? അല്ലാതെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ മകനോട് ശകലമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ അലീനയെ വിളിച്ച് എൻ്റെ മകനോട് വേണ്ടി കൂടെ സംസാരിക്കത്തില്ലായിരുന്നോ? രോഹിത്തിനെ അവൾ പുറത്തു കൊണ്ടുവരുമെന്നും ഹരിയെ അവൾ പുറത്തു കൊണ്ടുവരില്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒരു വട്ടമെങ്കിലും നിങ്ങൾ എൻ്റെ മകന് വേണ്ടിയിട്ട് അവളോട് സംസാരിച്ചോ? ഇല്ലല്ലോ എന്നൊക്കെ കമല ചോദിക്കുകയാണ്. രോഹിത്തിനെ പോലെയാണോടി ഹരി? ഹരിയല്ലേ ഈ കേസിൽ 1-ാം പ്രതി, പിന്നെ എങ്ങനെ ഹരിക്ക് ജാമ്യം കിട്ടാനാ? രോഹിത് ഈ കേസിൽ നിരപരാധിയായതുകൊണ്ടല്ലേ ആ കുട്ടി സത്യങ്ങളെല്ലാം പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവനെ കോടതി വെറുതെ വിട്ടത്? ഹരിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുകയെന്ന് മനുമോൻ എൻ്റെ അരികെ പറഞ്ഞിരുന്നു. അമ്മ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? രോഹിത് കാരണമാണ് ഹരി അങ്ങോട്ട് പോയത്. ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ രോഹിത്താണ്. ആ അലീനയുണ്ടല്ലോ, ആ അലീന ആ പെണ്ണിനോട് പറഞ്ഞ് മയക്കിയെടുത്ത് രോഹിത് നിരപരാധിയാണെന്ന് അവളെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും. നീ എന്തൊക്കെയടി ഒച്ചയായി പറയുന്നത്? അലീന മോള് ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. ഓഹോ, അപ്പോൾ എല്ലാത്തിനും കാരണം എൻ്റെ മോനാണെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. നിനക്ക് എന്താടി? ഓ, നിങ്ങളാരും ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ മകനെ പുറത്തു കൊണ്ടുവരാൻ എനിക്കറിയാം. നിങ്ങളൊക്കെ സന്തോഷിക്കുക. എന്തായാലും എൻ്റെ മകനൊന്ന് പുറത്തു വരട്ടെ, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കമല അവളുടെ റൂമിലേക്ക് പോവുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, ഇവൾ എന്തൊക്കെയായി പറയുന്നത്? എന്തായാലും രോഹിമോൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഇനി എൻ്റെ ഹരി കൂടി ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് മനു കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോവുകയാണ്. അലീനയാണ് വാതിൽ തുറക്കുന്നത്. ആ മനുവേട്ടനോ? ഇന്ന് മനുവേട്ടൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞതല്ലായിരുന്നോ? ആ, പോകേണ്ടതായിരുന്നു. പിന്നെ 1-2 അത്യാവശ്യമുള്ളത് കൊണ്ട് പോക്ക് നാളത്തേക്കിനാക്കി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്താ ഇവിടുത്തെ അവസ്ഥ? രോഹിത് എന്തിയെ? അവൻ റൂമിൽ തന്നെയാ മനുവേട്ട. ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. എല്ലാവരോടും അവനൊരു ദേഷ്യമാണ്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അവൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. അതൊക്കെ പോട്ടെ, അങ്കിൾ എവിടെ? അങ്കിൾ ഇന്ന് ആൻറ്റിയുടെ അരികെ പോകുമെന്ന് പറഞ്ഞിരുന്നു. അങ്കിൾ പോയോ? ആ, പോയിരുന്നു മനുവേട്ട. എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അലീന മനുവിനോട് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ മനുവേട്ട ചെയ്യുന്നേ? ഞാൻ ഇവിടുത്തെ ജീവിതം മടുത്തു. ഞാൻ കാരണമാണ് ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിയാൻ പോകുന്നത്. മനുവേട്ടനൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ മനസ്സിലാക്കിക്കണം. എന്നെ ഇവിടുന്ന് പോകാനായിട്ട് അനുവദിപ്പിക്കണം. നീ എന്തിനാ അലീന ഇവിടെ നിന്ന് പോകുന്നത്? നീ ഇവിടെ തന്നെ വേണം. ആൻറ്റി ഇപ്പോൾ എടുത്ത തീരുമാനം അത് ആൻറ്റിയുടെ അഹങ്കാരമാണ്. നീ അതൊന്നും കാര്യമാക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ആൻറ്റി തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഞാൻ എന്തായാലും ഇന്ന് ആൻറ്റിയെ കാണാൻ പോകുന്നുണ്ട്. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അങ്കിൾ കിടക്കുമല്ലേ? ഞാനെന്നാ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ് മനു നേരെ പോകുന്നത് വൈജയുടെ അരികിലേക്കാണ്. വൈജ പറയുന്നുണ്ട്, ആ മനു, നീയോ? നീ ഇന്ന് പോയില്ലേടാ? നീ ഇന്ന് പോകുമെന്നാണല്ലോ ശിവേട്ടൻ പറഞ്ഞത്. ഇല്ല ആൻറ്റി, പോയില്ല. കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാളെ പോകാമെന്ന് തീരുമാനിച്ചു. ആ, അതൊക്കെ പോട്ടെ. നീ ഇപ്പം എന്താ ഇങ്ങോട്ട് വന്നത്? നീ അങ്ങനെ എന്നെ കാണാനായിട്ട് വരാറൊന്നുമില്ലല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അതെന്താ ആൻറ്റി അങ്ങനെ പറയുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങോട്ട് വരാൻ പറ്റുള്ളൂന്നുണ്ടോ? ഞാൻ നാളെ പോകുന്നതിന് മുമ്പ് ആൻറ്റി ഒന്ന് കാണാമെന്ന് കരുതി അങ്ങനെ വന്നുവെന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. അല്ല, ആൻറ്റി എന്നാ ഡിസ്ചാർജ് ആവുന്നത്? 2 ദിവസത്തിനകം ഡിസ്ചാർജ് ആകും. ആ, ആൻറ്റി നേരെ കടപ്പാട്ടൂരിലേക്കല്ലേ പോകുന്നത്? നോക്കു മനു, നീ വല്ലാണ്ടങ്ങ് അഭിനയിക്കേണ്ട. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ അറിഞ്ഞിട്ടാണ് നീ വന്നിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതുപോലും ആ അലീനയോ ബാലേന്ദ്രനോ പറഞ്ഞതനുസരിച്ചിട്ടല്ലേടാ എന്നൊക്കെ വൈജു ചോദിക്കും. അപ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി ഇത് എന്തിനുള്ള പുറപ്പാടാ? ആൻറ്റി ഇപ്പോൾ വീടെടുത്ത് മാറുന്നൊന്നും ആൻറ്റിക്ക് നല്ലതിനല്ല. ആൻറ്റി അത്രയ്ക്ക് പതിവ്രതയാണോ എന്ന് ആൻറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ വൈജു ചോദിക്കുന്നുണ്ട്,
അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അതൊന്നുമില്ല ആൻറ്റി, ഞാൻ ആൻറ്റിയെ ഒന്ന് പഴയതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ആൻറ്റി എന്തെങ്കിലും രഹസ്യം മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു നാൾ പുറത്തു വരും. അതൊക്കെ ഒന്ന് ഓർക്കുന്നത് ആൻറ്റിക്ക് നല്ലതാ. ഞാനെന്തായാലും പോവാ എന്നും പറഞ്ഞ് മനു അവിടെ നിന്ന് പോകും. മനു സംസാരിച്ചതൊക്കെ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ വൈജിക്ക് മനസ്സിലാകുന്നുണ്ട്.